സ്പാനിഷ് ചിത്രമായ ബീഫ് ഇതുപോലെ വിലക്കപ്പെട്ട ഒരു ചിത്രമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞതുപോലെ ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകിൻ, ഇത്തരം ചിത്രങ്ങൾ. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ധാരാളം മേളകളിൽ സ്വന്തം പിന്നെ ചിത്രങ്ങളുമായി പോയിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരാൾ പറയുന്നു ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകിൻ പോലെയുള്ള ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിഷേധിക്കുന്നത് ശുദ്ധ വിവരക്കേടാണ് എന്നാണ്. മാത്രമല്ല, ഈ ബീഫിന്റെ കാര്യത്തിൽ പേര് കണ്ട് ആ ചിത്രത്തിന് പ്രദർശനാനുമതി നിഷേധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വിവരക്കേട് കൊണ്ടും പിന്നെ ഇതുപോലെയുള്ള അബദ്ധധാരണകൾ കൊണ്ടുമൊക്കെയാണ് ഇത്തരം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ അനുവാദം നൽകാതിരിക്കുന്നത് എന്നാണോ താങ്കൾ കരുതുന്നത്? അതോ ഇത് വളരെ കൃത്യമായ ഒരു അജണ്ട ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് സാംസ്കാരിക മന്ത്രിയൊക്കെ പറയുന്നത് പോലെയാണ്? അതായത് രാഷ്ട്രീയം പ്രവർത്തിക്കുന്നുണ്ട്, സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കുന്നു എന്നാണോ കരുതുന്നത്? ഉണ്ട്, തീർച്ചയായും ഒരു അജണ്ടയുണ്ട്. ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റിയ ഒരു അബദ്ധമായി ഞാൻ ഇതിനെ കാണുന്നില്ല. കാരണം ചില തെളിവുകൾ ഞാൻ പറയാം. ഇപ്പോൾ പലസ്തീനിയൻ സിനിമകൾ മൊത്തം നിരോധിച്ചു, ഒന്നും കാണിക്കേണ്ട തീരുമാനിക്കുകയാണ്. പക്ഷെ ഒരു പലസ്തീനിയൻ സിനിമയ്ക്ക് അനുമതി കിട്ടി. അതെന്താ വെച്ചാൽ ഒരു ഇസ്രായേൽക്കാരൻ സംവിധാനം ചെയ്ത ഒരു പലസ്തീൻ സിനിമയാണ്. അല്ല, ഉദ്ഘാടന ചിത്രമാണോ പറഞ്ഞത്? പലസ്തീൻ 36 എന്ന ഉദ്ഘാടന ചിത്രമാണോ? അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞത് ആ തരത്തിൽ വിവേചനം കൃത്യമായി ഇതിൻ്റെ രാഷ്ട്രീയമായ അജണ്ട വെച്ച് തീരുമാനിച്ച് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചെയ്യിക്കുകയാണ്. കാരണം ഈ മേളകൾ സ്വതന്ത്രമായിട്ടുള്ള ഒരു പ്രവർത്തനം ആവശ്യമില്ല. സിനിമ തന്നെ സ്വതന്ത്രമല്ല. നിങ്ങളുടെ ജീവിതം ആകെ തന്നെ നിരീക്ഷണത്തിലാണ്. നിങ്ങളുടെ കലാപ്രവർത്തനം നിരീക്ഷണത്തിലാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യം നിഗണിക്കപ്പെടുകയാണ്. ഇതെല്ലാം ഞങ്ങൾ തീരുമാനിക്കും. അതിനനുസരിച്ചിട്ട് ഇനി ഉള്ള വിഷയങ്ങൾ നിങ്ങൾ നടപ്പിലാക്കിയാൽ മതി. അതിനനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ മതി എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇതെന്താ വെച്ചാൽ നമ്മുടെ നെഹ്റു ജവഹർലാൽ തുടങ്ങി വെച്ച ഒരു മഹാപാരമ്പര്യത്തിൻ്റെ, ജനാധിപത്യ പാരമ്പര്യത്തിൻ്റെ അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങളുടെ അതിൻ്റെ അന്ത്യം കുറിക്കുകയാണ്. ഇപ്പം മഹാത്മാഗാന്ധിയെ വെട്ടിയതുപോലെ തന്നെ ഇത്തരം സിനിമകളൊക്കെ പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. ഫിലിം സൊസൈറ്റികൾ ഉണ്ടാവേണ്ടതുണ്ട്, ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നൊക്കെയുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നെഹ്റുവിൻ്റെ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഫിലിം സംഘടനകൾ ഉണ്ടാകുന്നത്, ഫിലിം സ്ഥാപനങ്ങൾ, ഫിലിം ആർക്കൈവ്സ് ഉണ്ടാവുന്നു, ഫിലിം ഡിവിഷൻ ഉണ്ടാവുന്നു, NFDC ഉണ്ടാവുന്നു, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവുന്നു, പലതും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ള ഇന്ദിരാഗാന്ധി INP മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് സത്യജിത് റേ FFSIയുടെ പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് ഇങ്ങനെ വിദേശ ചിത്രങ്ങൾ, സെൻസർ ചെയ്യാത്ത വിദേശ ചിത്രങ്ങൾ സെൻസർ എക്സംഷൻ കൊടുത്തുകൊണ്ട് സത്യജിത് റേ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സത്യജിത്തിലൂടെ സംഘടന നിർദ്ദേശിക്കുന്ന സിനിമകൾ എല്ലാ ഫിലിം സൊസൈറ്റികൾക്കും കാണിക്കാനുള്ള അനുമതി നൽകുന്ന ഒരു ഉത്തരവിറക്കിയത് ഇന്ദിരാഗാന്ധിയാണ്. അതൊരു സാംസ്കാരികമായ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ അതിൻ്റെ ഒരു ആവശ്യം കണക്കിലെടുത്തുകൊണ്ടാണ് മനുഷ്യർ ലോകത്തുള്ള സിനിമകൾ കാണേണ്ടതുണ്ട് എന്നുള്ള നിലയിൽ സ്പെഷ്യൽ എക്സംഷൻ, അതിൻ്റെ കുരുക്കളൊക്കെ അഴിച്ചിട്ട് സ്പെഷ്യൽ എക്സംഷൻ കൊടുത്തുകൊണ്ടാണ്. അതിൻ്റെ തുടർച്ചയാണ് എല്ലാ ഫിലിം ഫെസ്റ്റിവലിലും ഒരു സാങ്കേതികത ഇല്ലാതെ, സെൻസറിങ് പ്രോസസ് ഇല്ലാതെ സെൻസർ എക്സംഷൻ സർട്ടിഫിക്കറ്റ് സപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുന്നുണ്ട്, എല്ലാ വർഷവും അപ്ലൈ ചെയ്യുന്ന പോലെ ഈ വർഷം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.